أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون فاذكروني أذكركم واشكروا لي ولا تكفرون. നീ ഏതു വഴിക്ക് സഞ്ചരിച്ചാലും നമസ്കാര സമയത്ത് മസ്ജിദുൽ ഹറാമിനെ അഭിമുഖീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ രക്ഷിതാവിന്റെ തികച്ചും ന്യായമായ തീരുമാനമാകുന്നു. അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് അശ്രദ്ധനല്ല. നീ എവിടെ സഞ്ചരിച്ചാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ ദിക്കിലേക്കു തന്നെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ ദിക്കിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക. അങ്ങനെ നിങ്ങൾക്കെതിരിൽ ജനത്തിന് ഒരു ന്യായവും ലഭിക്കാതിരിക്കട്ടെ. എന്നാൽ അവരിലെ അധർമ്മകാരികൾ ഒരിക്കലും നാവടക്കുകയില്ല. അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുവിൻ. ഇത് എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതിനാകുന്നു. എന്റെ ഈ വിധി പിന്തുടരുക വഴി നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എவ்விதമെന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയും നിങ്ങളെ സംസ്കരിക്കുകയും വേദജ്ഞാനം തത്വജ്ഞാനം പഠിപ്പിക്കുകയും നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്നു തന്നെ നാം നിയോഗിച്ചതുപോലെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ, ഞാൻ നിങ്ങളെയും സ്മരിക്കാം. എന്നോട് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന ഒരു കർമ്മമായി ഈ ഒരു ഉദ്യമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 148 ആയത്താണ് പഠിച്ചു കഴിഞ്ഞത്. 149 ആയത്ത് മുതലാണ് ഇന്ന് എടുക്കുന്നത്. ആദ്യത്തെ ആയത്ത്, വമിൻ ഹൈതു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഇന്ന ശത്റൽ മസ്ജിദിൽ ഹറാം വഇന്നഹു ലൽഹഖു മിർ റബ്ബിക വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നീ ഏത് വഴിക്ക് സഞ്ചരിച്ചാലും നമസ്കാര സമയത്ത് മസ്ജിദുൽ ഹറാമിനെ അഭിമുഖീകരിക്കുക. എന്തുകൊണ്ടെന്നാൽ അത് നിന്റെ രക്ഷിതാവിന്റെ തികച്ചും ന്യായമായ തീരുമാനമാകുന്നു. അതായത് വഇന്നഹു ലൽഹഖു മിർ റബ്ബിക, അത് നിന്റെ റബ്ബിന്റെ അടുത്ത് നിന്നുള്ള ന്യായമായ തീരുമാനമാകുന്നു. അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് അശ്രദ്ധനല്ല. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കിബില മാറ്റത്തെ കുറിച്ചാണ്. ഇപ്പോഴും ചർച്ചയുടെ 3-4 ക്ലാസ്സുകളിലായി കിബില മാറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ കിബില മാറ്റത്തിലെ തുടക്കത്തിൽ തന്നെ ഉള്ള ആയത്ത് എന്തായിരുന്നു? അള്ളാഹു കിബില മാറ്റിയത് എന്തിനാന്ന് ചോദിച്ചപ്പോ അത് നിങ്ങളിൽ ആരൊക്കെയാണ് ശരിക്ക് ഈ ഒരു മാറ്റത്തിന്റെ കാരണം പറഞ്ഞത്, നിങ്ങളിൽ ആരൊക്കെ അള്ളാഹുവിനെ പിൻപറ്റുന്നു എന്നും ആരൊക്കെ പിന്തിരിയുന്നു എന്നും
ശരിക്കും തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ കിബില മാറ്റം, പെട്ടെന്ന് ഒരു കിബില മാറ്റത്തെ കുറിച്ച് ഉണ്ടായത് എന്ന് മുന്നേ ഉള്ള ഒരു സൂക്തത്തിൽ പറയുകയുണ്ടായി. 143 ആയത്തിലാണ് അത് പറഞ്ഞു. അതായത് വളരെ ചില ആളുകൾക്ക് ഇത് ഭയങ്കര പ്രയാസമാകുന്നു. അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ചവർക്ക് അതൊട്ടും പ്രയാസകരമല്ല. അള്ളാഹു നിങ്ങളുടെ വിശ്വാസത്തെ പാഴാക്കുകയല്ല, മറിച്ച് അത് ദൈവം കാരുണ്യമുള്ളവനത്രേ അള്ളാഹു. അപ്പോ പിന്നെ ദൈവദൂതനെ പിന്തുടരുന്നവരാരെന്നും പുറംതിരിഞ്ഞു പോകുന്നവരാരെന്നും വേർതിരിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു ഇങ്ങനെ ഈ ഒരു മാറ്റം വന്നത് എന്ന് ആദ്യം തുടക്കത്തില്, കിബില മാറ്റത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. അതിനുശേഷം വീണ്ടും കിബിലയെ കുറിച്ച് അവർ ഒരുപാട് ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്ന്, പ്രത്യേകിച്ചും ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ. അപ്പൊ ഇങ്ങനെ ഇപ്പോഴും വീണ്ടും ഈ ആയത്തും അടുത്ത ആയത്തും തുടക്കം ഒരേപോലെയാണ്. വമിൻ ഹൈസു ഖറജ്ത ഉണ്ടോ, അടുത്ത ആയത്തും ഇതേപോലെ തന്നെ. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റ. നീ എവിടെയായിരുന്നാലും മസ്ജിദുൽ ഹറാമിന്റെ നേരെ മുഖം തിരിയുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അടുത്ത ആയത്തും തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ആയത്തിന്റെ അർത്ഥം, അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഇതിലേക്ക് തന്നെ കൊണ്ടുവന്ന് 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ശരിക്കും അള്ളാഹ് എന്തിനാണ് കിബില മാറ്റിയത് എന്ന് ഇന്നത്തെ ക്ലാസ്സിലാണ് പറയുന്നത്. ആ ഒരു മാറ്റത്തിന് 4 കാരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും അത് വെറുതെ മാറ്റിയതല്ല, അതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ട്, നേടിയെടുക്കേണ്ടതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട് ഈ മാറ്റത്തിലൂടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഈ ആയത്തിന്റെ അർത്ഥം നോക്കൂ. വമിൻ ഹൈസു ഖറജ്ത. വമിൻ ഹൈസു ഞാൻ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹൈസു എന്ന് പറഞ്ഞാൽ എവിടെ ആയിരുന്നാലും, എന്തായാലും, എങ്ങനെയായാലും എന്നൊക്കെ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹൈസു എന്ന് പറഞ്ഞ. എന്ത് ചെയ്താലും കുഴപ്പമില്ല, നീ എവിടെ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു വാക്കാണ് ഹൈസു എന്നുള്ളത്. വമിൻ ഹൈസു ഖറജ്ത. നീ എവിടെ നിന്ന് പുറപ്പെട്ടു. ഖറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു എന്നാണ്. ഇവിടെ ഇതിന്റെ ഖറജ യഖ്റുജു എന്നാണ് വാക്ക്. ഖറജ്ത എന്ന് പറഞ്ഞാൽ നീ പുറപ്പെട്ടു. ഖറജ്ത നീ പുറപ്പെട്ടു. അതിന്റെ കൂടെ ഹൈസു ഖറജ്ത, നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും, മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, എവിടെ നിന്ന് പുറപ്പെട്ടാലും, ഫവല്ലി അപ്പോൾ, വല്ലി നീ തിരിക്കുക. ഈ വല്ല എന്നുള്ള വാക്കിന്റെ ആണ് ഇത് ട്ടോ. വല്ലായി വല്ലി എന്നുള്ളതിന്റെ വല്ലി എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാണ്, നീ തിരിക്ക് എന്ന് ഒരാളോട് പറയുമ്പോ വല്ലി എന്നാ പറയാ. വല്ലായി വല്ലി വല്ലി എന്നാണ്. നീ തിരിക്കുക. വജ്ഹക നിന്റെ മുഖത്തെ, വജ്ഹ് മുഖം, എവിടേക്ക്? ഷത്റുൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ നേരെ. ഇതിന് മുന്നേ പഠിച്ചതാണ് ഷത്ർ എന്ന് പറഞ്ഞാൽ നേരെ അല്ലെങ്കിൽ ഭാഗം. ആ ഭാഗത്തേക്ക് തിരിക്കുക. എന്നിട്ട് അതിന് കാരണം പറയുന്നത് എന്താ വെച്ചാൽ ഇന്നഹു ലൽ ഹഖ് മിർ റബ്ബിക. ആൻഡ് ഇന്നഹു തീർച്ചയായും, ഹു അത്, ഏത് ഈ ഒരു കിബില എന്ന് പറഞ്ഞ ലൽ ഹഖ് അത് സത്യം തന്നെയാണ്. ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ല. അൽ ഹഖ് അത് സത്യം തന്നെയാണ്. മിർ റബ്ബിക നിന്റെ റബ്ബിൽ നിന്നുള്ള. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, റബ്ബിക നിന്റെ റബ്ബ്. എന്നിട്ട് പറയാണ് അമല്ലാഹു അല്ലാഹു അല്ല. ആൻഡ് മാ അല്ല. മാ എന്ന് 2 തരത്തിൽ ഉപയോഗിക്കും. അല്ല എന്നും യാതൊന്ന് എന്നുള്ള തരത്തിൽ ഉപയോഗിക്കാം. മാ അല്ല, ഇവിടെ അല്ല എന്ന്. അല്ലാഹു അല്ല. ബിഗാഫിലിൻ അസ്രദ്ദൻ. ഗാഫിൽ അസ്രദ്ദൻ. അമ്മ അൻ പ്ലസ് മാ ഈസ് അമ്മ. അൻ എന്ന് പറഞ്ഞാൽ എബൌട്ട്, അതായത് കുറിച്ച്. അമ്മ എന്നെ കുറിച്ച്, എന്തിനെ കുറിച്ച്? തഅമലൂൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന. അമല അമലു താമലു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അശ്രദ്ധനല്ല തന്നെ. ഇവിടെ പറയുന്നത് വമിൻ ഹൈസു ഖറജ്ത നീ എവിടെ നിന്ന് പുറപ്പെട്ടാലും, ഫവല്ലി അപ്പോൾ നീ തിരിക്കുക, വജ്ഹക നിന്റെ മുഖം, ഷത്റൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ നേരെ. ഇന്നഹു തീർച്ചയായും അത്, ലൽ ഹഖ് സത്യം തന്നെയാണ്, മിൻ റബ്ബിക നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള. വമല്ലാഹു അല്ലാഹു അല്ല, ബിഗാഫിലിൻ അശ്രദ്ധൻ, അമ്മാ തഅമലൂൻ നിങ്ങൾ തഅമലൂൻ താ ഉള്ളത് കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒട്ടും അശ്രദ്ധനല്ല തന്നെ. ഞാൻ അടുത്ത ആയത്തും കൂടി അർത്ഥം പറഞ്ഞിട്ട് വിശദീകരണം പറയാട്ടോ. ഞാൻ അടുത്ത ആയത്ത് വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. വീണ്ടും അഗൈൻ അത് റിപ്പീറ്റ് ചെയ്യാണ്, ആ സെയിം വേർഡ് അല്ലെ. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അപ്പൊ അത് തന്നെ മീനിങ്. അടുത്ത അത് കഴിഞ്ഞിട്ട് വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹകും ഷത്റഹു ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജത്തുൻ ഇല്ലല്ലദീന ളലമു മിൻഹും ഫലാ തഖ്ശൗഹും വഖ്ശൗനി വലിയുതിമ്മ നിഅമതി അലൈക്കും വലഅല്ലക്കും തഹ്തദൂൻ. അതായത്
നീ എവിടെ സഞ്ചരിച്ചാലും നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ ദിക്കിലേക്ക് തന്നെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ ദിക്കിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക. ഇവിടെ രണ്ടാമത് പറഞ്ഞത് ഫഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹക്കും ഷത്റഹു ലിയല്ല, നിങ്ങളുടെ മുഖം അങ്ങോട്ട് തന്നെ തിരിക്കുക. അങ്ങനെ നിങ്ങൾക്കെതിരെ എന്തിനാന്ന് വെച്ചാല് അങ്ങനെ നിങ്ങൾക്കെതിരിൽ ജനത്തിന് ഒരു ന്യായവും ലഭിക്കാതിരിക്കട്ടെ. ഒരു കാരണം ഇതാണ് പറയുന്നത് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കിബിലയിലേക്ക് തന്നെ നിങ്ങൾ തിരിക്കുക? എവിടേക്ക് പോയാലും നിങ്ങൾ എല്ലാവരും ഒരേ ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ തിരിയണം എന്ന് പറയുന്നതിന്റെ ഒരു ഹിക്മത്ത് പറയുന്നത്, ഒന്ന്, ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു ന്യായം കിട്ടാതിരിക്കട്ടെ. എന്നാൽ അവരിലെ അധർമ്മകാരികൾ ഒരിക്കലും നാവടക്കുകയില്ല. അവരെ ഭയപ്പെടരുത്, എന്നെ ഭയപ്പെടുവിൻ. ഇത് എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർത്തീകരിക്കേണ്ടതിനാകുന്നു. ഇത് രണ്ടാമത്തെ കാരണം കേട്ടോ. ഇത് നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിക്കണം എന്നുള്ള ഉദ്ദേശത്തിനും കൂടിയാണ്. മൂന്നാമത്, എന്റെ വിധി പിന്തുടരുക വഴി നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെ മൂന്ന് കാരണം, അതായത് സന്മാർഗം ലഭിക്കും ഈ ഒരു അനുസരണയിലൂടെ, അതുപോലെ തന്നെ അനുഗ്രഹം പൂർത്തീകരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ഒരു ന്യായവും കിട്ടാതിരിക്കാൻ എന്നിങ്ങനെ മൂന്നാല് കാരണം കൊണ്ടാണ് ഇങ്ങനെ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിയുന്ന ആയത്തുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതിന്റെ ഹിക്മത്ത് എന്താ എന്നുള്ളതാണ്. ഇതിന്റെ അർത്ഥം നോക്കാം. വമിൻ ഹൈസു ഹറജിത്ത, നേരത്തെ പറഞ്ഞ അത് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം. വമിൻ ഹൈസു ഹറജിത്ത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുവരെ സെയിം. അവിടുന്ന് അങ്ങോട്ട് വഹൈസുമാ കുൻതും, വ ആൻഡ് ഹൈസു എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ആയാലും എന്നൊക്കെയുള്ള അർത്ഥം. മാ കുൻതും, കുൻതു എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ആയിരുന്നു എന്നാണ് അർത്ഥം. കാന എന്നുള്ളതിന്റെയാണ്. കാന കാനു കാനത്ത് അല്ലെ, കാനത്ത് അതിന്റെ രൂപമാണ് പിന്നെ കുൻതും എന്നുള്ളത് വരുന്നത്. കാനത്ത കുന്ന അല്ലെ, അതിന്റെ രൂപത്തിലാണ് ഈ കുൻതും എന്ന് വരുന്ന 9ാമത്തെ ഫോമാണ്. അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നാലും, ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, അപ്പോൾ വല്ലൂ, നിങ്ങൾ തിരിക്കുക. ഇവിടെ ആദ്യം പറഞ്ഞത് കണ്ടോ, ഫ വല്ലി എന്നാണ്. മുകളിൽ വമിൻ ഹൈസു ഖറജ്ത ഫ വല്ലി എന്നാണ്. അത് പ്രവാചകനോട് ഒറ്റക്കാണ് പറയുന്നത്. ഒരു ഒരാളോട് പറയുമ്പോഴാണ് വല്ലി എന്ന് പറയുന്നത്. അതേ വാക്ക് തന്നെയാണ് വല്ലായി വല്ലി എന്ന വാക്കിന്റെ പ്ലൂറലാണ് വല്ലു. അതായത് ഒരു കൂട്ടം ആളുകളോട് തിരിക്കാൻ പറയുമ്പോൾ വല്ലു എന്നാ പറയാ. നിങ്ങൾ തിരിക്കുക. വല്ലു വുജൂഹക്കും, ഇവിടെ വജ്ഹക്ക് എന്നല്ലേ മുകളിൽ പറഞ്ഞത്. ഫവല്ലി വജ്ഹക്ക, പ്രവാചകൻ പറയുമ്പോൾ നിന്റെ മുഖത്തെ, അതിന് നേരെ പ്ലൂറലാണ് വുജൂഹക്കും, നിങ്ങളുടെ മുഖത്തെ. വജ്ഹിന്റെ പ്ലൂറലാണ് വുജൂഹക്കും, നിങ്ങളുടെ. ഇവിടെ ക എന്നത് ഒരാളോട്, ഇവിടെ കും എന്നാണ് നിങ്ങളോട്, നിങ്ങൾ. അപ്പൊ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ തിരിക്കുക. എവിടെയായിരുന്നാലും എവിടേക്ക്? ഷത്രഹു, അതിന്റെ നേരെ. ഇവിടെ ഹു എന്നുള്ളത് മുകളിലേക്ക് കേട്ടോ. മസ്ജിദുൽ ഹറാമിനെയാണ് സൂചിപ്പിക്കുന്നത് ഹു, അത് എന്ന് പറയുന്നത്. ഷത്റു എന്ന് പറഞ്ഞാൽ നേരെ, അതിന്റെ ഭാഗം അല്ലെങ്കിൽ ഭാഗം. ഷത്രഹു, അതിന്റെ ഭാഗത്തേക്ക് തിരിക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫവല്ലൂ, നിങ്ങൾ തിരിക്കുക, വുജൂഹക്കും, നിങ്ങളുടെ മുഖത്തെ, ഷത്രഹു, അതിന്റെ ഭാഗത്തേക്ക്. എന്തിനാണത്? അല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ. ഇത് എന്തിനാ അങ്ങനെ ചെയ്യുന്ന ചെല്ലി വേണ്ടി, അൻ ലാ യകൂന, ആവാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഈ അല്ല എന്നുള്ളത് കൂട്ടിയത് അങ്ങനെ ഓതുന്ന സുഖത്തിന് അങ്ങനെ എഴുതിയണ്ട. അൻ പ്ലസ് ലാ ആണ് അല്ല. അൻ എന്ന് പറഞ്ഞ ആൻ എന്നാണ്, ലാ എന്ന് പറഞ്ഞ നോ, അല്ല. അപ്പൊ ലാ യകൂന, ആവാതിരിക്കാൻ അല്ലെ. അൻ എന്ന് പറഞ്ഞ ആൻ, അപ്പൊ ലാ യക്കൂന എന്ന് പറഞ്ഞാൽ ആവാതിരിക്കുക. അപ്പൊ അല്ലാ യക്കൂന, ആവാതിരിക്കാൻ, വേണ്ടി. അപ്പൊ എങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി? ലിന്നാസി, ജനങ്ങൾക്ക്. എന്ത്? എന്ന് പറഞ്ഞ ടു അല്ലെങ്കിൽ ഫോർ, നാസ്, ജനങ്ങൾ. ജനങ്ങൾക്ക് അല്ലാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി. എന്ത്? അലൈക്കും, നിങ്ങളുടെ മേൽ. അലൈക്കും എന്നൊക്കെ പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ. അസ്സലാമു അലൈക്കും എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മേൽ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ. അപ്പൊ അലൈക്കും, നിങ്ങൾക്ക് മേലെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ. ഇവിടെ എതിരെയാണല്ലോ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതുകൊണ്ടാണ് എതിരെ എന്ന് പറഞ്ഞത്. ഇവിടെ അലൈക്കും, നിങ്ങൾക്ക് മേലെ, നിങ്ങൾക്കെതിരെ, ഹുജ്ജ എന്ന് പറഞ്ഞ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ന്യായം പറയാൻ. നോക്ക്, അവരിങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ, അങ്ങനെ ന്യായം പറയുമല്ലോ. അങ്ങനെ ഒരു തെളിവോ അല്ലെങ്കിൽ ന്യായമോ കിട്ടാതിരിക്കുക. ഹുജ്ജ എന്ന് പറഞ്ഞ തെളിവ് അല്ലെങ്കിൽ ന്യായം. അപ്പൊ അല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ, ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു ന്യായവും
ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മുകളിൽ പറഞ്ഞത് ഫവല്ലു വജൂഹക്കും, നിങ്ങൾ എല്ലാവരും എവിടെ ആയിരുന്നാലും ആ ഒറ്റ ഭാഗത്തേക്ക് തിരിക്കുക എന്ന് പറഞ്ഞത്. ഇല്ലല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അതായത് ഇല്ലല്ലദീന ളലമു എന്ന് പറഞ്ഞ ഇവിടെ അക്രമകാരികൾ ആരെ കുറിച്ചാ പറയുന്നത് വെച്ചാൽ, ചില ആളുകള് ആക്രമിക്കാനായിട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നവരുണ്ട്. ചില ആൾക്കാർ ന്യായം അന്യായമൊക്കെ പറയുമെങ്കിലും പക്ഷെ ചില ആളുകൾ ന്യായം നമ്മള് തെളിവായി കൃത്യമായി അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുത്താലും അവരവരുടെ സംസാരം നിർത്താതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ അതായത് അവരുടെ ആ ഒരു കുറ്റപ്പെടുത്തലും ആരോപണവും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ലൊലമു എന്ന് പറയുന്ന അക്രമം പ്രവർത്തിച്ച്. ഇല്ലല്ലദീന ലൊലമു മിൻഹും, ഇല്ലല്ലദീന ഒഴികെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, അല്ലദീന ലൊലമു, ലൊലമു എന്ന് പറഞ്ഞാൽ എന്താണ്? ലൊലമ എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിച്ചു എന്നാണ്. ലൊലമു അവർ അക്രമം പ്രവർത്തിച്ചു. അപ്പൊ അല്ലദീന ലൊലമു എന്ന് പറയുമ്പോ അക്രമം പ്രവർത്തിച്ചവർ ഒഴികെ, മിൻഹും അവരിൽപ്പെട്ട, അവരിൽ നിന്നുള്ള അക്രമം പ്രവർത്തിച്ചവരൊഴികെ ഉള്ളവർക്ക് ഒരു കാരണമൊന്നും കിട്ടാതിരിക്കുക, ന്യായം ചോദിക്കുന്നവർക്ക് അത് കിട്ടാതിരിക്കാൻ വേണ്ടി. അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങൾ വിട്ടേക്കുക, അവരൊരിക്കലും നിർത്തില്ല, അവർ വായടക്കുകയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഫലാ തഖ്ഷ, എന്നിട്ട് അള്ളാഹ് പറയാണ് ഫലാ തഖ്ഷൗഹും, അപ്പോൾ ലാ തഖ്ഷൗ, നിങ്ങൾ ഭയപ്പെടരുത്, ഹും അവരെ, അതായത് ആ പറയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഇവിടെ തഖ്ഷ എന്നുള്ള വാക്ക് യഖ്ഷ എന്നുള്ള, ഹഷിയ യഖ്ഷ എന്നുള്ള വാക്കിനാണ് തഖ്ഷ വരുന്നത് കേട്ടോ. ഹഷിയ ഭയപ്പെട്ടു, ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഓരോന്നിനെ മാദി മുദാരി. ഹഷിയ ഭയപ്പെട്ടു, യഖ്ഷ ഭയപ്പെടുന്നു. അപ്പൊ തഖ്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടുന്നു എന്നാണ്. തഖ്ഷ, തഖ്ഷൗ എന്നാണ് പറയാ, തഖ്ഷൗ. അപ്പൊ ലാ തഖ്ഷൗ, തഖ്ഷൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖ്ഷൗനി, യഖ്ഷൗ നിങ്ങൾ ഭയപ്പെടുക, നീ എന്നെ, അള്ളാഹ് പറയണേ എന്നെ ഭയപ്പെടുക. അപ്പൊ ഇത് കണ്ടില്ലേ? അപ്പൊ ഇവിടെ മേലെ പറഞ്ഞത് ഫവല്ലു വുജൂഹക്കും ഷത്റഹു അലി, അല്ല എന്തിനാണ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ട് തിരികലി, അല്ല യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ, നിങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ഒരു ന്യായം കിട്ടാതിരിക്കാൻ, ഇല്ലല്ലദീന ളലമു ആക്രമിച്ച പ്രവർത്തിച്ചകൾക്കൊഴികെയുള്ള ആളുകൾക്ക് നിങ്ങൾക്കെതിരെ ഒരു ന്യായം കിട്ടാതിരിക്കാൻ, മിൻഹും അവരിൽപ്പെട്ട്, വഫലാ അതുകൊണ്ട്, തഖ്ഷൗ നിങ്ങൾ ഭയപ്പെടരുത്, ഹും അവരെ, ആൻഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യഖ്ഷൗ നിങ്ങൾ ഭയപ്പെടുക, നീ എന്നെ ഭയപ്പെടുക, പിന്നെ തുടർന്ന് പറയണല്ല, ആൻഡ് ലി എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടാമത്തെ കാരണം, ആദ്യത്തെ കാരണം പറഞ്ഞില്ലേ എന്തിനാണ്? നിങ്ങൾക്കെതിരെ ഒരു ന്യായം കിട്ടാതിരിക്കാൻ ഒരു കാരണം. രണ്ടാമത്തെ കാര്യം ലി ഉത്തിമ്മ നിഅമതി അലൈക്കും, ലി വേണ്ടി, ഉത്തിമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുക, യുത്തിമ്മ, അത്തമ്മ യുത്തിമ്മു എന്നാണ് വാക്ക് കേട്ടോ. അത്തമ്മ പൂർത്തിയാക്കി, യുത്തിമ്മു പൂർത്തിയാക്കുന്നു. അത്തമ്മ ലി ഉത്തിമ്മ, ഉത്തിമ്മ, അത്തമ്മ എന്നുള്ളത് പൂർത്തിയാക്കപ്പെടുക എന്നുള്ളതാണ്. അത്തമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കി, ഉത്തിമ്മ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കപ്പെടാൻ. ഉത്തിമ്മ ഊ വെച്ച് പറയുമ്പോൾ ആ എന്നുള്ളത് ഊ ആക്കിയാൽ അത് പാസീവ് ആയി മാറും. ഉത്തിമ്മ പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി, നിഅമതി എന്റെ അനുഗ്രഹം, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്, അനുഗ്രഹം, നിഅമതി എന്റെ അനുഗ്രഹം, അലൈക്കും നിങ്ങളുടെ മേൽ, ആൻഡ് എന്തിനും കൂടി ലഅല്ലക്കും നിങ്ങളായിത്തീര, ലഅല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീരുക, നിങ്ങളായിത്തീരാൻ വേണ്ടി, തഹ്തദൂന ഹിദായത്ത് കിട്ടിയവരാവാൻ, ഹിദായത്ത് സന്മാർഗം. തഹ്തദൂൻ എന്നുള്ള വാക്ക് ഇഹ്തദാ യഹ്തദി എന്നാണ് കേട്ടോ. ഇഹ്തദാ സന്മാർഗം പ്രാപിച്ചു, യഹ്തദി സന്മാർഗം പ്രാപിക്കുന്നു, തഹ്തദൂൻ നിങ്ങൾ സന്മാർഗം, നിങ്ങളായാണ് പറയുന്നത്, അല്ലക്കും നിങ്ങളായിത്തീരാൻ, തഹ്തദൂങ്ങളായിത്തീരാൻ വേണ്ടി. ഈ ആയത്ത് വലിയൊരു ആയത്താണ്, പക്ഷെ അർത്ഥം പറഞ്ഞാൽ സിമ്പിൾ ആണ്. അത് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്തിനാണ് ഈ ഒരു കിബിലയിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അല്ല നമ്മൾ തിരിയാൻ വേണ്ടി വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാന്നുള്ള 2-3 കാരണമാണ് പറഞ്ഞത്. ഒന്ന്, ന്യായം കിട്ടാതിരിക്കാന് സാധാരണ ജനങ്ങൾക്ക്. രണ്ടാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തിയാക്കാന്. മൂന്നാമത്, ലഅല്ലക്കും തഹ്തദൂൻ നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഈ കൽപ്പന പൂർണ്ണമായും പാലിക്കുക, നിങ്ങൾ ആരും തന്നെ നിശ്ചിത ഭാഗത്തേക്കല്ല. ഇവിടെ പറയുന്ന ആയത്തിന്റെ വിശദീകരണമാണ്. ഈ കൽപ്പന പൂർണ്ണമായും പാലിക്കുക, നിങ്ങൾ ആരും തന്നെ നിശ്ചിത ഭാഗത്തേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും തിരിഞ്ഞ് നമസ്കരിക്കുന്നതായി കാണുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായി പോകരുത്. അങ്ങനെ കാണുന്ന പക്ഷം നിങ്ങളെ ആക്ഷേപിക്കാൻ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു അവസരം ലഭിക്കും. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കൽപ്പനയാണെന്ന് വാദിച്ചുകൊണ്ട് തന്നെ അതിനെ ലംഘിക്കുന്ന ഇക്കൂട്ടർ വല്ലാത്തൊരു ഉത്തമ സമുദായം തന്നെ, ഇവരാണത്ര സത്യത്തിന്റെ സാക്ഷികൾ എന്നൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ പരിഹസിച്ചേക്കും. അതായത് ഇവിടെ പറഞ്ഞ എന്താ 150-ാമത്ത്, അതായത് അവരോട് പറയാണ് ഒരു ന്യായവും ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഒരു ന്യായവും ലഭിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞില്ല. അതായത് ജനങ്ങൾക്ക് പറയാൻ വേണ്ടി നമ്മളായിട്ട് ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കരുത്, അല്ലെ?
അതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്ന എന്താ വെച്ചാല് നിശ്ചിത ഭാഗത്തേക്ക് തന്നെ നിങ്ങൾ എവിടെ ആയാലും ആ ഒരു കൃത്യമായ ഒറ്റ ഭാഗത്തേക്ക് തിരിക്കുക. അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും, ഇവരെന്താണ് ഇങ്ങനെ നമസ്കരിക്കും, ജനങ്ങൾ രക്ഷിതാവിൽ നിന്നുള്ള കൽപ്പനയാന്ന് പറയുകയും ചെയ്യുക, അത് വാദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടെന്താണ് ഒരു ഉത്തമ സമുദായമാണ് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഈ രണ്ടാമത് ഈ ഈ ഒരു കാര്യം പറയുന്നത്, ഇതിൽ കുറച്ച് വിശദീകരണം പറയാനുണ്ട്. എന്താണ് യുത്തിമ്മ നിഅമതഹു എന്ന് പറയുന്നത്? അത് ഇതൊന്ന് വായിക്കാട്ടോ. 149 ആയത്തിലും 150 ആയത്തിലും ഒരേ ആയത്ത് റിപ്പീറ്റ് ചെയ്ത് കണ്ടില്ലേ? ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം. അത് എന്തുകൊണ്ടാണ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ കാരണം വെച്ചാൽ അള്ളാഹ് ഇവിടെ എല്ലായിടത്തും അങ്ങോട്ട് തന്നെ ഒരേ ഭാഗത്ത് തിരിയാൻ പറഞ്ഞ ഒരു പ്രത്യേക ലക്ഷ്യങ്ങൾ അള്ളാഹിന്റെ ഈ കൽപ്പനയിലൂടെ ഉണ്ട്. ആ കാരണങ്ങളുടെയും ന്യായങ്ങളുടെയും ഗൗരവവും പ്രാധാന്യം പരിഗണിക്കുമ്പോൾ ഈ ആവർത്തനം കേവലം ഒരു വാക്യം ആവർത്തിച്ചതല്ല, വെറുതെ ഒരു വാക്ക് ഇങ്ങനെ ഖുർആനിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ പിന്നിലുള്ള യുക്തിയുടെയും ന്യായത്തിന്റെയും പ്രാധാന്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. മനസ്സിലായില്ലേ? എന്താണ് അള്ളാഹ് ഒരേ കാര്യം പിന്നെയും 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 പറയുന്നത്? അത്രയും ഗൗരവമുള്ളതും അതിന് നല്ല യുക്തി ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഒരേ ആയത്ത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ യുക്തികളെയും ന്യായങ്ങളെയും അറിയാതെ പോവുകയോ അവഗണിക്കുകയോ ചെയ്താൽ വിശ്വാസികൾ അപരിഹാര്യമായ അബദ്ധങ്ങൾ ചെന്ന് ചാടാനിടയുണ്ട്. ഇവിടെ മറ്റു വിഭാഗങ്ങൾക്കെല്ലാം അവരുടേതായ കിബില ഉള്ളത് പോലെ തന്നെ മുസ്ലിങ്ങൾക്കും സ്വന്തമായ ഒരു കിബില ആയിരിക്കട്ടെ എന്ന നിലക്കല്ല മസ്ജിദുൽ ഹറാമിനെ, അതായത് മസ്ജിദുൽ ഹറാമിനെ ആദ്യം പണ്ട് ഞാൻ ഇതിന് മുന്നേ കഥ പറഞ്ഞിരുന്നു. ആദ്യം മസ്ജിദുൽ ഹറാം ആയിരുന്നു കിബില. പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷം കുറച്ച് ഒരു 1.5 വർഷത്തിന് ശേഷം മസ്ജിദുൽ അഖ്സ ആയി മാറി. പിന്നെ വീണ്ടും അള്ളാഹു തിരിക്കുകയാണ്, മസ്ജിദുൽ ഹറമിലേക്ക് തന്നെ തിരിച്ചു. അതിന്റെയാണ് പറയുന്നത്. അത് വെറുതെ ഒരു കിബില അങ്ങ് ഇരിക്കട്ടെ എന്ന നിലക്കല്ല അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ എപ്പോഴും എവിടെയും അങ്ങോട്ട് തിരിഞ്ഞു തന്നെ നമസ്കരിക്കണമെന്ന് നിർബന്ധിക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു യുക്തിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ തിരിച്ച് ഇതാക്കണേ. പക്ഷെ ഈ കിബില നിർണയത്തിന്റെ കാര്യം അങ്ങനെയല്ല. അതിന്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. തോന്നുമ്പോഴും തോന്നുന്നിടത്തുമൊക്കെ കിബില മാറ്റുമ്പോൾ ആ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഹനിക്കപ്പെടുന്നു. അതോടെ സമൂഹം വഴിതെറ്റുകയും ചെയ്യും. ഒന്നാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് 4 കാരണമാണ് ഈ കിബില മാറ്റം കൊണ്ട് യുക്തി എന്ന് പറഞ്ഞത്. ഒന്നാമത്തത് ആ 149 ആയത്തിലാണുള്ളത്. അതാണ് ഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക എന്ന് പറഞ്ഞില്ലേ? തീർച്ചയായും അത് ആദ്യത്തെ ആയത്ത് പറയുന്നതിന്റെ കാരണം അമിൻ ഹൈഫ, നിങ്ങൾ എവിടേക്കാണ് മസ്ജിദുൽ ഹറാമി നേരെ നിഗമനം തിരിക്കുക എന്ന് പറഞ്ഞത് കാരണം പറയുന്നത് ഇന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക, അത് നിന്റെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണ് എന്നാണ് ഒന്നാമത്തെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നാമത്തെ കാരണം മസ്ജിദുൽ ഹറാം ആണ് സത്യമായ ഖിബില. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് അള്ളാഹു നിശ്ചയിച്ചു എന്ന സത്യമായ ഖിബിലയാകുന്നു എന്നതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എവിടെ വെച്ച് നമസ്കരിക്കുമ്പോൾ അതിന്റെ ദിശയിലേക്ക് തന്നെ തിരിയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ പ്രതിയോഗികൾ നിങ്ങളെ ഇങ്ങനെ തർക്കിച്ച് നിങ്ങളെ സംശയത്തിലാക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ടതില്ല. ഇത് സത്യമായ കിബില തന്നെയാണ്. നിങ്ങൾക്ക് അവർ പറയുന്നത് ചെവി കൊണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടതില്ല. ഇത് തന്നെ വൈന്നഹു ലൽ ഹഖ്ഖു മിർ റബ്ബിക, ഈ കിബില തന്നെയാണ് നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സത്യമായ കിബില. ഒരു കൺഫ്യൂഷനും വേണ്ട. മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ ദിശയിലേക്ക് തിരിയണം എന്ന് നിങ്ങൾ ബാധ്യസ്ഥരാകുന്നു എന്നാണ് ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പറഞ്ഞ എന്താണ്? ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ന്യായം പറയാതിരിക്കാൻ പറഞ്ഞു. അതായത് ന്യായം പൂർത്തിയാക്കുക, അതായത് ഒഴികഴിവ് പറയാനും ന്യായമായി വിമർശിക്കാനും അവസരം നൽകാതിരിക്കുക എന്നാണ് രണ്ടാമത്തെ കാരണം. കിബിലയുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് വ്യക്തമായ നിലപാടില്ലെന്നോ അവർ സന്ദേഹത്തിലോ അബദ്ധത്തിലോ അകപ്പെട്ടിരിക്കുന്നുവെന്നോ ആളുകൾ പറയാൻ ഇടവരരുത്. അതായത് ആളുകൾ കാണുമ്പോൾ കുറച്ച് മുസ്ലിങ്ങൾ ഒരു ഭാഗത്തേക്ക്, വേറെ സ്ഥലത്ത് ചെല്ലുമ്പോ വേറൊരു ഭാഗത്തേക്ക് തിരിയുന്നു. രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നിടത്തോളം ഒരു കൃത്യമായ ദിശയില്ലാതെ പല ഭാഗത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ സന്ദേഹം ഉണ്ടായി, ഇവർക്ക് തന്നെ ഒരു അടിസ്ഥാനം ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് എന്താ ഒരു അബദ്ധത്തിൽ ചാടിയിട്ടുണ്ടോ, ഇവർക്കൊരു സംശയവും കൺഫ്യൂഷനും എന്ന് ജനങ്ങൾക്ക് അങ്ങനെ പറയാൻ ഒരിക്കലും ഇടവരുത്. ഇവിടെ ആളുകൾ എന്ന് പറഞ്ഞത് എക്കാലത്തുമുള്ള ആളുകളാണ്. ഇന്നത്തെ കാലത്തുള്ള ആളുകൾ എന്ന് തന്നെയാണ് ആ പറയുന്നത്. ലിന്നാസി എന്നാ പ്രയോഗിച്ചത്. പക്ഷെ അന്നത്തെ കാലത്ത് ജൂത ക്രൈസ്തവ വിഭാഗമായിരുന്നു അന്ന് വല്ലാതെ ഈ ഒരു വിഷയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട്
അവിടെ സവിശേഷം ഉദ്ദേശിക്കപ്പെട്ട ജനങ്ങൾ യഹൂദരാണ്. മുഹമ്മദ് നമ്മെ വിമർശിക്കുന്ന അവർ പറയുന്നത് എന്താന്ന് വെച്ചാല്, മുഹമ്മദ് നബി ഈ നമ്മെ വിമർശിക്കുന്നുണ്ടെങ്കിലും അയാൾ കിബിലയായി നമ്മുടെ കിബിലയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അയാളുടെ നമസ്കാരം നമ്മുടെ നിന്ന് ഭിന്നമാണ്. കിബിലയുടെ അതായത് നബി പ്രവാചകനെ ആദ്യം മദീനയിൽ വന്ന 1.5 വർഷത്തോളം ബൈത്തുൽ മുഖദ്ദസ്, അതായത് ജൂത ക്രൈസ്തവരുടെ കിബില തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടല്ലേ മാറിയത്. അപ്പൊ അന്ന് അവര് പറയലുണ്ടായിരുന്നു, നമ്മളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളെ കിബില തന്നെയാണ് കിബില, ഫോളോ ചെയ്യുന്ന കിബില, അതുകൊണ്ട് പ്രശ്നമില്ല, അടിസ്ഥാനമൊക്കെ ഒന്ന് തന്നെയാണ് നമ്മളത് അവരതൊക്കെ. പിന്നെ പ്രവാചകൻ നമസ്കരിച്ചിരുന്നത്, നമസ്കാരവും മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമായിരുന്നു. പ്രവാചകൻ വെച്ച നമസ്കാരം വേറൊരു രൂപത്തിലുള്ള ഒരു നമസ്കാരമായിരുന്നു. അപ്പൊ ആ നമസ്കാരം ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കിബില നമ്മൾ ഒന്നായ സ്ഥിതിക്ക്, ബാക്കിയെല്ലാം ഒന്നായ സ്ഥിതിക്ക്, അടിസ്ഥാനം ഒന്നായ സ്ഥിതിക്ക്, ഈ നമസ്കാരം ഉണ്ടല്ലോ അത് മുഹമ്മദ് നബി സ്വന്തമായി ഉണ്ടാക്കിയതാണ്. കാരണം അത് മാത്രം എങ്ങനെ മാറുക? ഒരാൾ അടിസ്ഥാനമൊക്കെ ശരിയാണെങ്കിൽ എങ്ങനെ നമസ്കാരം മാത്രം വേറെ രൂപത്തിലാവുക? അതുകൊണ്ട് അത് അദ്ദേഹം കെട്ടിച്ചമച്ചുണ്ടാക്കിയതായിരുന്നു എന്നായിരുന്നു ഇവരുടെ വാദം. അല്ലാതെ ദൈവം പറഞ്ഞു കൊടുത്തതൊന്നല്ല. ഇങ്ങനെയായിരുന്നു നേരത്തെ അവരുടെ വിമർശനം. ഇത്തരം വിമർശനങ്ങൾ സാധാരണക്കാർ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ, ഒന്നിലും പെടാത്ത ഒരുപാട് ജനങ്ങൾ ഉണ്ടാവും. സത്യം എവിടെയാന്ന് അന്വേഷിച്ച് നടക്കുന്ന ജനങ്ങളെ ശരിക്കും അത് സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അവർക്കൊരു സംശയം പെടും. ശരിക്കും ഇത് ഒരു കാര്യം കുറെ പറയുമ്പോൾ ആളുകൾക്ക് സംശയം വരില്ല. അങ്ങനെ കുറച്ച് ആളുകൾ അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ജൂത ക്രൈസ്തവ മതങ്ങൾ പ്രബോധനം ചെയ്യാനായിരിക്കണമെന്നും അതിൽ നിന്നുള്ള മാറ്റങ്ങൾ അദ്ദേഹം സ്വയം വരുത്തിയതാണെന്നും ചിലരെങ്കിലും കരുതിയിരുന്നു. അപ്പൊ അവര് ഈ സാധാരണ ജനങ്ങൾ കരുതിയത് എന്താന്ന് വെച്ചാല്, ജൂതന്മാർ ഇപ്പൊ ഈ മുഹമ്മദ് നബി ഒരു പ്രവാചകനാണെങ്കിൽ മുഹമ്മദ് നബി എന്താ ചെയ്യേണ്ടത്? ജൂത ക്രൈസ്തവ മതങ്ങൾ തന്നെയാണ് അവരും പ്രബോധനം ചെയ്യേണ്ടത്. അതാണല്ലോ ഗ്രന്ഥങ്ങൾ. അപ്പൊ ആ ഗ്രന്ഥങ്ങളിൽ തന്നെ പ്രവാചകനം ചെയ്യണമെന്നും ഈ ഒരു മാറ്റങ്ങൾ, ഇപ്പോഴുള്ള മാറ്റങ്ങളൊക്കെ അദ്ദേഹം സ്വയമായി ഉണ്ടാക്കിയതാണ്, ബാക്കിയൊക്കെ ദൈവത്തിനുള്ളതാണ്, ആ ജൂത ക്രൈസ്തവ മതമാണ് ശരിക്കും ദൈവത്തിനുള്ളത്, ഇപ്പോഴുള്ളത് സ്വന്തമായി ഉണ്ടാക്കിയെന്ന് സാധാരണ ജനങ്ങളും അങ്ങനെ കരുതിയിരുന്നു. താൻ നിയുക്തനായത് ജൂദായുസും ക്രിസ്ത്യാനി പ്രബോധനം ചെയ്യാനല്ല, ഇബ്രാഹിം നബി പ്രബോധനം ചെയ്ത സത്യങ്ങളും ധർമ്മങ്ങളും പ്രബോധനം ചെയ്യാനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഈ കിബില പ്രശ്നം ഒരു പ്രതിബദ്ധമായിരുന്നു. ഇപ്പോൾ ഈ വിമർശനത്തിന്റെയും തെറ്റിദ്ധാരണയും പഴുതടക്കാനുള്ള അവസരം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ എവിടെയായിരുന്നാലും മസ്ജിദുൽ ഹറാമിനെ മാത്രമേ കിബിലയായി സ്വീകരിക്കാവൂ. ഹറമിലോ പുറത്തോ വെച്ച് മറ്റേതെങ്കിലും കിബില സ്വീകരിച്ചാൽ നിങ്ങൾ തന്നിഷ്ടമനുസരിച്ച് തോന്നുമ്പോൾ തോന്നുന്ന ദിശയെ കിബിലയാക്കുകയാണെന്ന് ആളുകൾ ധരിച്ചേക്കും. ചുരുങ്ങിയ പക്ഷം ജൂതരെ പോലെ നിങ്ങളും ഹറമിൽ കഅബയെയും പുറത്തു മറ്റു ദിശയെയും കിബിലയായി സ്വാധീനിച്ചിരിക്കുകയാണെന്ന് ധരിച്ചേക്കും. എല്ലായിടത്തും ഒരേ കിബിലയെ തന്നെ അഭിമുഖീകരിക്കുമെന്ന് കാണുമ്പോൾ കിബിലയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് സുദൃഢമായ നിലപാടുണ്ടെന്നും അത് നിങ്ങൾക്ക് സ്വയം മാറ്റാനാവാത്തതും നിർദ്ദിഷ്ടവുമാണെന്നും ആളുകൾ മനസ്സിലാക്കും. പിന്നെ എന്തിനും ഏതിലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും പുച്ഛിക്കുകയും ചെയ്യുക മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന അക്രമികൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കും. ആ വിമർശനത്തെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. അത് കേവലം അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ്. അവരുടെ സമ്പത്തും സ്വാധീനവും കണ്ടു ഭയന്ന് നിങ്ങൾ അവർക്ക് വഴങ്ങുകയും വേണ്ട. ഒരു കാരണവശാലും അവർ ആവശ്യപ്പെടുന്ന ദിശയെ നിങ്ങൾ സ്വന്തം കിബിലയാക്കരുത്. നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്, അനുസരിക്കേണ്ടത് അവനെയാണ്. അവൻ ചൂണ്ടിക്കാണിച്ചു തന്നത് എന്താണോ അതാണ് നിങ്ങളുടെ കിബില. ഇവിടെ പറഞ്ഞല്ലോ, ഈ ഒരു ജൂതന്മാര് പറഞ്ഞിരുന്നത് ഞങ്ങളുടെ അടിസ്ഥാനമൊക്കെ ഒരേ കിബിലയാണ്. മസ്ജിദുൽ അഖ്സ ആയിരുന്നല്ലോ ആദ്യം. അപ്പൊ അടിസ്ഥാനമൊക്കെ ഒന്നാണ്. അപ്പോ പ്രവാചകനായിട്ട് മാറ്റിയതാണ് ഇപ്പൊ പറയുന്ന നിസ്കാരവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ ആ കിബില മസ്ജിദുൽ അഖ്സ ആയിരുന്നു. അപ്പോ സാധാരണ ജനങ്ങളും അത് മനസ്സിലാക്കുമ്പോ അതൊരു തടസ്സമായിരുന്നു ശരിക്കും. ഇപ്പൊ ശരിക്കും ഈ കിബില ഇങ്ങനെ തിരിഞ്ഞ് മസ്ജിദുൽ അഖ്സൽ ഹറാം, അതായത് ഇബ്രാഹിം നബി പണിതുയർത്തിയ ആ ഒരു കഅബ തന്നെ കിബില ആക്കിയപ്പോൾ പ്രവാചകനെ അള്ളാഹു ശരിക്കും തിരിച്ചത് എങ്ങോട്ടാ? ഇബ്രാഹിം നബിയുടെ മില്ലത്തിലേക്ക്, ഇബ്രാഹിം നബി ഇസ്മായിൽ സന്തതിയുടെ ആ ഒരു ഭാഗത്തേക്ക് പ്രവാചകനെ തിരിച്ചു. അതാണ് നമ്മുടെ ഇപ്പൊ ഈ ജൂതന്മാരും ക്രൈസ്തവരും പറയുന്ന കാര്യങ്ങളല്ല നമ്മുടെ ബേസ്. നമ്മുടെ ബേസ് നേരെ ബാക്കോട്ട് പോകുന്ന ഇബ്രാഹിം നബി മുതൽ തുടങ്ങുന്ന അടിസ്ഥാനമുള്ള അടിത്തറയുള്ള ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് നമ്മുടെ ശരിയായ മാർഗം. ഇവര് പറയുന്ന മാർഗത്തിൻ്റെതല്ല, മറിച്ച് അവിടെയാണ് ബേസ് തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കബില ആ ബേസ്, ഇവര് പറഞ്ഞ അടിസ്ഥാനം കിബില എന്ന് പറഞ്ഞ അടിസ്ഥാന കിബില ഇബ്രാഹിം നബിയുടേതാണ്.
അപ്പൊ ആ ഒരു മാറ്റം ഇപ്പൊ ശരിക്കും വ്യക്തമായി വന്നു. അവിടെയാണ് ബൈസി എന്നുള്ളത്. അപ്പൊ നിസ്കാരം കാര്യങ്ങളും പ്രവാചകൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല എന്നതിലേക്ക് കിബില മാറ്റം കൂടി ഒന്ന് ഇതായി വന്നു എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ അള്ളാഹ് പറയും, ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇല്ലല്ലദീന ളലമു എന്ന് പറഞ്ഞത് കണ്ടില്ലേ? നിങ്ങളെ ആക്രമിക്കപ്പെട്ട അക്രമികളായ ജനങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം അവർ എന്ത് ന്യായം പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്കെതിരെ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് വളരെ ഈ കാലഘട്ടത്തിൽ വളരെ നമുക്ക് ഒരു സമാധാനം കെട്ടുന്ന ഒരു വാക്കാണ് അല്ലെ. നിങ്ങൾ അത്തരക്കാരെ നിങ്ങൾ ഭയപ്പെടേണ്ടില്ല. സത്യത്തിനും ന്യായത്തിനൊക്കെ പോയി ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കുന്ന ഒരു പരിധി വരെ ഒക്കെ. അതിന്റെ അപ്പുറം നമ്മളെ എതിർക്കാനായിട്ട് നിയത്തായിട്ട് വരുന്നവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. മറിച്ച് നിങ്ങൾ എന്നെ ഭയപ്പെടുക, അവരെ ഭയപ്പെടേണ്ടതില്ല. ഫഖ്ശൗനി ഫലാ തഖ്ശൗ, നിങ്ങൾ അവരെ ഭയപ്പെട്ട് ജീവിതം ഇല്ലാതാക്കേണ്ട. അവർ പറയുന്നത് നിർത്തുകയില്ല. മറിച്ച് ഫഖ്ശൗനി, എന്നെ ഭയപ്പെട്ടുകൊള്ളുക എന്ന് അള്ളാഹ് പറയുന്നത് വളരെ വളരെ നല്ല ഒരു സമാധാനം തരുന്ന ഒരു കാര്യമാണ്. അടുത്ത് പറയുന്നത് വലിയുത്തിമ്മ നിഅമതി അലൈക്കും എന്ന് പറയുന്നുണ്ട് ഈ ആയത്തിൽ തന്നെ. മൂന്നാമത്തെ യുക്തി എന്തിനാണ് ഈ കിബില മാറ്റത്തിന് മൂന്നാമത്തെ യുക്തി? വയുത്തിമ്മ നിഅമതക വയുത്തിമ്മ ഉത്തിമ്മ നിഅമതി അലൈക്കും. അതാണ് എന്ത് അനുഗ്രഹം പൂർത്തിയാക്കാനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, നിങ്ങൾക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മുടെ ഇസ്മായിൽ നബിയുടെ ആ പരീക്ഷണത്തിലൊക്കെ വിജയം വരിച്ച സന്ദർഭത്തിൽ അള്ളാഹു അദ്ദേഹത്തോട് വാഗ്ദത്തം ചെയ്തൊരു കാര്യമുണ്ട്. ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയും പ്രാർത്ഥിച്ചതൊക്കെ നമുക്കറിയാം അല്ലെ. ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നീ ഇങ്ങനെ ഒരു സമുദായം ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന കുറെ നമ്മൾ ഇതിന്റെ മുന്നേ ആയത്തുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടും കൂടിയാണ് ഈ ഒരു ഇത് പറയുന്നത്. അതായത് അള്ളാഹു അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തൊരു കാര്യമാണ്. മൂസ അലൈഹി ഇസ്ലാമിൻ തൗറാത്തിലൂടെ പ്രവചിച്ചതുമായ അനുഗ്രഹത്തെയാണ് ഇവിടെ നിയമത്ത് എന്ന് പറയുന്നത്. അതായത് ഈ പ്രവാചകന്റെ മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ ഒരു ഇസ്മായിൽ സന്തതികളിൽ നിന്ന് പ്രവാചകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഒരു വേറൊരു അനുഗ്രഹമാണ്. അതായത് ആ അനുഗ്രഹം അന്നത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ഇങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഒരു പ്രവാചകൻ വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ആ അനുഗ്രഹം, ആ ഒരു വാഗ്ദത്തം, ഇബ്രാഹിം നബിയോടുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ആ വാഗ്ദത്തം പൂർത്തീകരിക്കുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ പ്രവാചകൻ അയച്ചതിലൂടെ അള്ളാഹു ചെയ്തത് എന്നാണ്. ഇസ്മായിലിന്റെ സന്തതികളുടെ വമ്പിച്ച ഒരു സമൂഹത്തെ സൃഷ്ടിക്കുമെന്നും അവർ മുഖേന മനുഷ്യവംശത്തിൽ ആകമാനം സത്യദീനിന്റെ പ്രകാശം പരക്കുമെന്നും അതിനായി അവരിൽ നിന്നുള്ള അന്ത്യപ്രവാചകനെ നിയോഗിക്കുമെന്നുമായിരുന്നു ആ ഒരു വാഗ്ദാനം. ആ അന്ത്യപ്രവാചകന്റെയും അദ്ദേഹം പടുത്തുയർത്തിയ മധ്യമ സമുദായത്തിന്റെയും സുസ്ഥിരമായ കിബിലയായി ഇബ്രാഹിമും പുത്രൻ ഇസ്മായിലും ചേർന്ന് നിർമ്മിച്ച കഅബയെ തന്നെ നിശ്ചയിക്കുക എന്നത് ദൈവികമായ അനുഗ്രഹ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാകുന്നു. ലോകത്തിന്റെ സാൻമാർഗിക നായകത്വം നേരത്തെ ഇസ്രായേലിലായിരുന്നു. പക്ഷെ ഇസ്മായില്യരോടുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ആ നായകത്വം ഇപ്പോൾ ഇസ്മായിൽ സന്തതികളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. ആ മാറ്റത്തിന്റെ പ്രത്യക്ഷ ചിഹ്നവും കൂടിയാണ് മസ്ജിദുൽ ഹറാമിന്റെ കിബില പദവി. മനസ്സിലായില്ലേ? മാറ്റി ഇസ്മായിൽ ഇബ്രാഹിം നബിയിലേക്ക് ആ ഒരു തിരിഞ്ഞ് പോയ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ആ കിബിലയുടെ ഒക്കെ പദവി വീണ്ടും ഉയർത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് കിബിലയോടുള്ള അലംഭാവം അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുള്ള അവൻ നൽകിയ പദവിയോടുമുള്ള അവഗണന തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നാലാമത്തെ കാരണം എന്താണ് പറഞ്ഞത്? വലിയുത്തിമ്മ നിഅമതി അലൈക്കും വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ ഒരു കിബില മാറ്റത്തിലൂടെ. അതായത് സന്മാർഗ ദർശനം. ഈ കാരണങ്ങളൊക്കെ തന്നെ കഅബയെ കിബിലയാക്കി നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ് അള്ളാഹുവിൽ എത്തിച്ചേരാനുള്ള നേരായ വഴി. അതായത് ഒരാൾക്ക് അള്ളാഹുവിന്റെ മാർഗദർശനം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അള്ളാഹിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് കഅബയെ കിബിലയാക്കി സ്വീകരിച്ചാൽ മാത്രമേ അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥ മാർഗദർശനത്തിന്റെ പാതയിൽ നമ്മൾ ആയി എന്ന് പറയാൻ കഴിയുള്ളൂ എന്നർത്ഥം. മനസ്സിലായില്ലേ? മാർഗദർശനം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ ആ നേരായ വഴി എന്ന് പറയുന്നത് അതാണ്. പ്രകൃതിപരമായ വഴിയും അത് തന്നെ. അതേപറ്റി സൂറ അനാമിൽ പറയുന്നത് ഇങ്ങനെയാണ്: നബിയെ പറയുക, എന്റെ നാഥൻ എനിക്ക് നേരായ മാർഗത്തിലേക്ക് ദർശനം അരുളിയിരിക്കുന്നു, പ്രകൃതി മതത്തിലേക്ക്, തനിമയാർന്ന ഇബ്രാഹിം മതത്തിലേക്ക്. ആ ഇബ്രാഹിം മതത്തിലേക്ക് നയിക്കുന്ന ദീപസ്തംഭം ഈ കിബില തന്നെയാണ്. അതിനാൽ സത്യദീനിന്റേതായ ഈ ദീപസ്തംഭം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നവർ സന്മാർഗത്തിലെത്തുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത ആയത്തിലേക്ക് അടുക്കാം. അടുത്ത ആയത്തിൽ നിന്ന് രണ്ടായത്തും കൂടി ഉണ്ട്. ചെറിയ ആയത്താണ്. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും യത്ലു അലൈക്കും ആയാതിന വയുസക്കീക്കും വയുഅല്ലിമുകുമുൽ കിതാബ വൽ ഹിക്മത വയുഅല്ലിമുകും മാ ലം തകൂനൂ തഅലമൂൻ. അതായത് എவ்விதം എന്നാൽ നിങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിത്തരികയും നിങ്ങളെ സംസ്കരിക്കുകയും വേദജ്ഞാനം തത്വജ്ഞാനം പഠിപ്പിക്കുകയും നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്ന പ്രവാചകനെ നിങ്ങളിൽ നിന്ന് തന്നെ നാം നിയോഗിച്ചതുപോലെ. അതുപോലെ ഉള്ള വലിയൊരു അനുഗ്രഹം എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ഇതിന്റെ ആയത്തിന്റെ അർത്ഥം കമാ അർസൽന, കമാ എന്ന് പറഞ്ഞാ പോലെ, അർസൽന നാം അയച്ചു. അർസല എന്ന വാക്കാണ്. അർസല അയച്ചു, യുർസിലു അയക്കുന്നു. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇതിന്റെ മാലി മുലാരി കൊടുത്തിട്ടുണ്ട് ട്ടോ. കമാ അർസൽന നാം അയച്ചതുപോലെ. അർസൽന എന്നുള്ളത് ഞാൻ നഹ്നു എന്നതിന്റെ നാം അയച്ചു അല്ല പറയാണ്. നാം അയച്ചതുപോലെ, കമാ പോലെ. ഫീക്കും നിങ്ങളിൽ, ഫീ എന്ന് പറഞ്ഞാൽ ഇൻകും നിങ്ങൾ, റസൂലൻ ഒരു റസൂലിനെ ഒരു ദൂതനെ അയച്ച പോലെ, മിൻകും നിങ്ങളിൽ നിന്ന് തന്നെയുള്ള. പ്രവാചകൻ എന്ന് പറയുന്നത് വേറെ പുറത്തുനിന്ന് അല്ല അപ്പൊ ഉണ്ടാക്കിയതൊന്നല്ലല്ലോ. ആ സമൂഹത്തിൽ ജീവിച്ച ഒരാളെയാണ് 40 വയസ്സായപ്പോ അല്ല തെരഞ്ഞെടുത്ത് ദൂതനെ ആക്കുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ തെരഞ്ഞെടുത്ത് അയച്ചു എന്ന് പറയുന്ന, ദൂതനായി അയച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു അയച്ചത് പോലെയാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? യത്ലൂ അദ്ദേഹം ഓതുന്നു, പാരായണം ചെയ്യുന്നു. തലാ യത്ലു എന്ന വാക്ക് ട്ടോ. തലാ പാരായണം ചെയ്തു, യത്ലൂ പാരായണം ചെയ്യുന്നു. യത്ലൂ അദ്ദേഹം പാരായണം ചെയ്യുന്നു. അലൈക്കും നിങ്ങളുടെ മേൽ, ആയാത്തിന നമ്മുടെ ആയത്തുകൾ. ആയത്തിന്റെ പ്ലൂറലാണ് ആയാത്ത്. ആയാത്തിന നമ്മുടെ ആയത്തുകൾ. ഓക്കെ, നമ്മുടെ ആയത്തുകൾ. ആൻഡ് അദ്ദേഹം എന്തുകൂടി ചെയ്യുന്നുണ്ട്? യുസക്കീക്കും നിങ്ങളെ സംസ്കരിക്കുകയും ചെയ്യുന്നു. സക്കാത്ത് അറിയില്ലേ? സക്കാത്ത്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സക്ക എന്ന് പറഞ്ഞാൽ സക്ക യുസക്കി. സക്കാത്ത് പറഞ്ഞാൽ ശരിക്കും പരിശുദ്ധി, വളർച്ച എന്നൊക്കെ അർത്ഥം. സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തൊക്കെ പരിശുദ്ധി അല്ലെങ്കിൽ വളർച്ചക്ക്, ശുദ്ധമാക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മമാണ് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ. അപ്പൊ യുസക്ക്, യുസക്കി എന്ന് പറഞ്ഞാൽ വളർത്തുക അല്ലെങ്കിൽ സംസ്കരിക്കുക. മാലിന്യങ്ങളിലൊക്കെ മുക്തമാക്കിയ ഒരു സാധനത്തിനെ സംസ്കരിച്ചെടുക്കുന്നതിനെയാണ് യുസക്കി. അപ്പൊ യുസക്കി അദ്ദേഹം സംസ്കരിക്കുന്നു, കും നിങ്ങളെ. ആൻഡ് എന്തുകൂടി ചെയ്യുന്നു? യുഅല്ലിമുക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലമ യുഅല്ലിമു, അല്ലമ പഠിപ്പിച്ചു, യുഅല്ലിമു പഠിപ്പിക്കുന്നു. മുഅല്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മദ്രസയിലൊക്കെ അധ്യാപകന്മാര് മുഅല്ലിം എന്നാ പറയാം. മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നാണ്. പഠിപ്പിക്കുന്നവൻ, പഠിപ്പിക്കുന്ന ആള്. അപ്പൊ യുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എന്ത്? അൽ കിതാബ് വേദഗ്രന്ഥം, വേദഗ്രന്ഥം പഠിപ്പിക്കാൻ വേണ്ടി. വൽ ഹിക്മ തത്വജ്ഞാനവും അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നു. അദ്ദേഹം അതൊക്കെ ചെയ്യുന്നു. വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നു. മാ എന്താണോ, ലം തകൂനു തഅലമൂൻ. തഅലമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞു എന്നല്ലേ, നിങ്ങൾ അറിയുന്നു. ലം തകൂനു, ലം എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് എന്നാണ്. ലം ഡിഡ് നോട്ട്, തകൂനു നിങ്ങളായിരുന്നു. അപ്പൊ ലം തക്കൂനു നിങ്ങളായിരുന്നില്ല, തഅലമൂൻ അറിയുന്നവർ. അതായത് അതുവരെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങളെ അദ്ദേഹം പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നു. മാ എന്തെന്ന്? ലം തക്കൂനു തഅലമൂൻ നിങ്ങൾ അറിയാത്തതായിട്ടുണ്ടായിരുന്ന എന്തോ ഒന്ന്, അതൊക്കെ വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നു. മനസ്സിലായില്ലേ ഇത്? അപ്പോ ഇതാണ് അനുഗ്രഹം. കമാ അർസൽനാ ഫീക്കും റസൂലൻ മിൻകും നിങ്ങളിലേക്ക് നിന്നുള്ള പ്രവാചകനെ തെരഞ്ഞെടുത്ത പോലെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? യത്ലു അലൈക്കും ആയാത്തിന അദ്ദേഹം നിങ്ങളുടെ മേൽ എന്റെ ആയത്തുകൾ, നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്നു. വയുസക്കീക്കും നിങ്ങളെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുന്നു. അൽ കിതാബ് കിതാബ്, അൽ ഹിക്മ ഹിക്മത്തും വത്തുജ്ഞാനവും. വയുഅല്ലിമുക്കും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്ത്? മാലം തകൂനു നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്ത ഇതൊക്കെ എന്തായിരുന്നു? നിങ്ങൾ അറിയുന്നവരായിരുന്നില്ല. ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ്? അതൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തീരെ അറിവില്ലാത്ത കാര്യങ്ങളാണ് ഈ പഠിപ്പിക്കുന്നത്. ഫദ്കുറൂ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അല്ലാഹ് പറയാണ് ഫദ്കുറൂ നിങ്ങൾ ഓർക്കുക. ദിക്റില്ലേ, നമ്മൾ ആ വാക്കാണ്. ദക്കറ യദ്കുറു എന്നാണ്. ദക്കറ എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചു, യദ്കുറു ഓർമ്മിക്കുന്നു. ഉസ്കുർ എന്ന് പറഞ്ഞാൽ നീ ഓർമ്മിക്കും. അപ്പൊ ഉസ്കുറൂ നിങ്ങൾ ഓർമ്മിക്കൂ. അമ്രു ഫീലാണ്. ഉസ്കുർ എന്ന് പറഞ്ഞാൽ നീ ഓർമ്മിക്കുക. ഉസ്കുറൂ നിങ്ങൾ ഓർമ്മിക്കൂ. അപ്പോൾ ഉസ്കുറൂ നിങ്ങൾ ഓർമ്മിക്കൂ. എന്ത്? ഉസ്കുറൂ നീ എന്നെ. ഫദ്കുറൂ നീ നിങ്ങൾ എന്നെ ഓർക്കുക, നിങ്ങൾ എന്നെ ഓർമ്മിക്കുക. അങ്ങനെ ആവുമ്പോ എന്താവും? അദ്കുർക്കും. അദ്കുർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓർക്കും.
കുറുക്കും നിങ്ങളെ. അപ്പൊ അല്ല പറയാണിത്. ഫദ്കുറൂനി, അപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുക, അത് കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? ഷ്കുറു ലീ, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണം. ഷ്കുറു, ഷക്കറ യഷ്കുറു എന്നുള്ള വാക്കാണ് ഉഷ്കുറു ആവുന്നത്. ഉഷ്കുറു, നിങ്ങൾ നന്ദി ചെയ്യുക, ലീ, എനിക്ക്. എന്താവരുത്? ലാ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുന്ന, കുഫ്ർ ചെയ്യുന്നവരാവരുത്. സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവരെയാണ് നമ്മൾ കാഫിര്യങ്ങൾ എന്ന് പറയുക, അല്ലെ? അപ്പൊ ഇവിടെ കഫറ യക്ഫുറു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ. അപ്പൊ തെക്ഫുറു, നിങ്ങൾ നന്ദികേട് എന്ന് പറയുന്ന സത്യം അറിഞ്ഞിട്ടും അതിനറിഞ്ഞില്ല നടിച്ചുകൊണ്ട് നിഷേധിക്കുന്നതിനാണ് തെക്ഫുറു എന്ന് പറയുക. അപ്പൊ ലാ തെക്ഫുറു, നിങ്ങൾ നിഷേധികളായി മാറരുത്, നന്ദികേട് കാണിക്കുന്നവരാവരുത്. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കുക, അത് കുറുക്കും ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുക. വലാ തെക്ഫുറു, നിങ്ങൾ ഒരിക്കലും നന്ദികേട് അല്ലെങ്കിൽ നിഷേധത്തിന്റെ വഴി സ്വീകരിക്കരുത്. ശക്കറ യഷ്കുറു, തക്കറ യഷ്കുറു. ഇവിടെ ഈ രണ്ടായത്തും കൂടി പറയാം. അതായത് 151 52 വരുന്നത്, പ്രവാചകനെ അള്ളാഹു നിശ്ചയിച്ചതാണല്ലോ. ഇതിലേക്ക് അള്ളാഹു പ്രവാചകനെ തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചു കൊടുത്തതാണ്. അപ്പൊ ശരിക്കും ഈ ഒരു സമൂഹം ഇസ്മായിൽ സന്തതികളിൽ നിന്നാണ് ഈ പ്രവാചകനെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, അല്ലെ? അത്രയും കാലം ഇബ്രാഹിം നബിക്ക് 2 മക്കൾ, ഇസ്മായിലും ഇസ്ഹാഖ് നബിയും. അതിൽ ഇസ്ഹാഖ് സന്തതികളിൽ നിന്നാണ് മുഴുവൻ പ്രവാചകന്മാരും, ഈസ, മൂസ അലൈഹി സ്വലാം, സുലൈമാൻ നബി, ദാവൂദ് മുതൽ ഒരുപാട്, യൂസുഫ് മുതൽ ഒരുപാട്, യാക്കൂബൊക്കെ, എല്ലാ പ്രവാചകന്മാരും വന്നത്, അല്ലെ? ഈസാ നബി വരെ എത്തി. അതിനുശേഷം പെട്ടെന്ന് ഇസ്ഹാഖ് നബി പരമ്പര നിർത്തി ഇസ്മായിൽ, 2ാമത്തെ സന്തതിയായ ഇസ്മായിൽ പരമ്പരയിൽ നിന്നതാ ഒരു പ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. അപ്പൊ ഇസ്മായിൽ സന്തതികളിൽ നിന്ന്, അറബികൾക്കിടയിൽ നിന്ന്, അറബി സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനെ അള്ളാഹിന്റെ തീരുമാനപ്രകാരം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയും കൂടിയാണല്ലോ കഅബ പണിതുയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ ഇസ്മായിൽ നബിയുടെ പ്രാർത്ഥന ഫലിച്ച ആ ഇസ്മായിൽ നബിയുടെ സന്തതികളിൽ നിന്നാണ് പിന്നീട് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി വരുന്നത് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രാർത്ഥനയുടെ പൂർത്തീകരണം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത്, ഈ അറബ് സമൂഹത്തിന്റെ സംസ്കരിക്കുക എന്ന് പറയുന്നത് ഈ പ്രവാചകന്റെ വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. യത്ലു അലൈക്കും ആയാത്തുൻ, അള്ളാന്റെ ആയത്തുകൾ അവരിലേക്ക് ഓതി കേൾപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ എങ്ങനെയൊക്കെ ശുദ്ധമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ആയത്തുകൾ, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ ആയത്തുകൾ ഇറക്കിയിട്ട് അവരിലേക്ക് അത് ഓതിപ്പിച്ചിട്ട് അവരെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അറബി സമൂഹം അന്നത്തെ കാലത്ത് അത് ഉണ്ടായിരുന്നത് ചെറിയ വൃത്തികേടുകളൊന്നല്ല അവര് ചെയ്യുന്നത്. അവര് അധർമ്മവും അക്രമവും ക്രൗര്യം, ഭയങ്കര ധാർഷ്ട്യം, ക്രൂരന്മാരും അന്ധവിശ്വാസത്തിന് അടിമകളും അനാചാരങ്ങളുടെ ഒരു കെട്ടുകളായിരുന്നു. ശരിക്കുള്ള ജാഹിലിയ അറബി കാലത്തിന്റെ സംസ്കാരമൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അത്രക്കും വൃത്തികെട്ട സ്ത്രീകളോടൊക്കെയുള്ള പെരുമാറ്റമൊക്കെ വളരെ ദയനീയമായിരുന്നു സ്ത്രീകളുടെ അവസ്ഥയൊക്കെ. അപ്പൊ അത്രക്കും മലീമസമായ ഒരു സമൂഹമായിരുന്നു. ഈ മാലിന്യങ്ങളെല്ലാം ദൂരീകരിച്ച് സംസ്കാര സമ്പന്നർ, സംശുദ്ധരായ, ധർമ്മനിഷ്ഠരായ, സ്നേഹമുള്ള, കാരുണ്യമുള്ള, വിവേകമുള്ള ഒരു സമൂഹമാക്കി അദ്ദേഹം ഈ സമൂഹത്തെ വളർത്തിയെടുത്ത് നമ്മുടെ പ്രവാചകൻ എന്ന് പറയുന്നത് അത് ചില്ലറ പണിയല്ല, നല്ല പണിയാണ്. ഇപ്പൊ നമുക്ക് തന്നെ അത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പത്തെ കാലഘട്ടത്തിലെ ഇത്രയും ജീർണിച്ച ഈ യുവ സമൂഹം, ലിബറലിസം ഒക്കെ വന്ന് യുക്തിവാദികളും ദൈവമില്ല എന്ന് പറയുന്ന യുക്തിയുടെ അടിസ്ഥാനത്തില് ദൈവം നിഷേധിക്കുന്ന ഒരു വലിയൊരു ജനസമൂഹമാണ് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാൽ കാണുന്നത്. അപ്പൊ ഇത്തരം ഒരു വലിയ അധർമ്മത്തിൽ അകപ്പെട്ട ഒരു സമൂഹത്തെ ഒരു പ്രവാചകൻ വന്ന് വൃത്തിയാക്കി ഏകദൈവത്തിനെ ആരാധിക്കുന്ന ദൈവമുണ്ടെന്ന് പറഞ്ഞ അതും ഏകനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കുന്ന നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി. അത്ര എളുപ്പമുള്ള ടാസ്ക് അല്ല. അപ്പൊ പ്രവാചകന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എളുപ്പമുള്ളതല്ല. അപ്പൊ അത്രക്കും ശുദ്ധരായ ഒരു കറ കളഞ്ഞ സഹാബികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉമറുല്ല, അബൂബക്കറിന്റെ ഒക്കെ കറ കളഞ്ഞ ശുദ്ധത എന്ന് പറഞ്ഞ സ്നേഹവും കാരുണ്യവും, കണ്ണീരാണ് അവർക്ക്. എന്നാ ഭയങ്കര ഉമറുല്ലാഹുക്കെ ഭയങ്കര ധാർഷ്ട്യ ഉള്ള ആളായിരുന്നു ജാഹിലിയ കാലത്ത്. പക്ഷെ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഹൃദയമൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമകളായി മാറുകയാണ്. അപ്പൊ ഒരു ഹൃദയമൊക്കെ അങ്ങനെ മാറ്റിയെടുക്കണമെങ്കിൽ എത്രമാത്രം
ഒരു ശക്തിയുള്ള വാക്കുകളാണ് അള്ളാന്റെ വാക്കുകൾ എന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ വിശ്വാസത്തിന്റെ ദൃഢതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഇവിടെ പ്രവാചകൻ പഠിപ്പിച്ച ഹിക്മത്ത് പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. കിതാബ യുഅല്ലിമുക്കുമുൽ കിതാബ വൽ ഹിക്മ. ഈ തത്വജ്ഞാനം പഠിപ്പിക്കുക എന്ന് പറയുന്നത് തത്വം എന്നാണ്. ഹിക്മത്ത് എന്ന തത്വം എന്ന് പറയാറുണ്ട്, പിന്നെ യുക്തി എന്ന് പറയാറുണ്ട്, തത്വജ്ഞാനം അത്തരത്തിലുള്ള ജ്ഞാനങ്ങളും അങ്ങനെയും അർത്ഥം പറയാറുണ്ട്. അതായത് പിന്നെ ഈ ജനത്തെ, ഈ അറബി ലോകത്തെ, ആ അറബികളെ ലോക ജനതയ്ക്ക് മുമ്പിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും സാക്ഷികളായി ഉത്തമ സമുദായമാക്കി പുനർനിർമ്മിച്ചാണ് പ്രവാചകൻ ചെയ്തൊരു പണി. ആ ജനതയെ അള്ളാഹുവിന്റെ വചനങ്ങളും നിയമങ്ങളും പഠിപ്പിക്കുക എന്നതായിരുന്നു വേറൊരു ലക്ഷ്യം. പൂർവ്വവേദങ്ങളെ അവരുടെ വാഹകർ പാഴാക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്തിരുന്ന സാഹചര്യത്തിൽ അന്ത്യപ്രവാചകൻ വന്ന ഈ നിരക്ഷര ജനക്ക് അതീവ പരിശുദ്ധവും തനിമയാർന്നതുമായ വേദം പഠിപ്പിച്ചു കൊടുത്തു. വേദത്തോടൊപ്പം അദ്ദേഹം അവർക്ക് ഹിക്മത്തും പഠിപ്പിച്ചു. ഇവിടെ തർജ്ജമ ചെയ്യുന്നത് തത്വം എന്നാണ്. ഹിക്മത്തിന്റെ ആശയവും ഈ സൂറയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉള്ളുകള്ളികൾ അറിയാം, അതായത് സംഗതികളുടെ യാഥാർത്ഥ്യം. നേരത്തെ ഒരു വിശദീകരണം പറഞ്ഞാണ്. അതായത് ഒരു സംഗതികളുടെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഉള്ളുകള്ളികൾ അറിയാനും ഓരോ കാര്യത്തെയും വെക്കേണ്ടടുത്ത് വെക്കാനും അദ്ദേഹം അവരെ യോഗ്യമാക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം. വേദത്തോടൊപ്പം പ്രവാചകൻ പഠിപ്പിക്കുന്ന ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം സുന്നത്ത് അഥവാ പ്രവാചക ചര്യയാണെന്നും ശരീരത്തിന്റെ വിധിവിലക്കുകളാണെന്നും ഒക്കെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹിക്മത്ത് എന്ന അവയെല്ലാം, അതായത് ശരിക്കും ഒരാൾക്ക് ചിലപ്പോ അറിവും ഹിക്മത്തും വ്യത്യാസം ഉണ്ട് അല്ലെ. ചില ആളുകൾക്ക് നന്നായി അറിവുണ്ടാവും, കുറേ അറിവുണ്ടാവും, ഒരുപാട് അറിവ്, പക്ഷെ ഹിക്മത്ത് ഉണ്ടാവില്ല. ഏതറിവ് എവിടെ എപ്പോ എങ്ങനെ പ്രയോഗിക്കണം എന്ന് അവർക്ക് അറിയുണ്ടാവില്ല. മനസ്സിലായില്ലേ? വിവേകം പിന്നെ ഈ വിജ്ഞാനവും ഹിക്മത്ത് എന്നൊക്കെ പറയുന്ന വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഹിക്മത്ത് ശരിക്കും നമ്മള് ദഅവയൊക്കെ ചെയ്യുമ്പോൾ ഹിക്മത്തോടുകൂടി ചെയ്യുന്ന, നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ടും എല്ലാം കൂടി അവരെ മേല് കൊണ്ടേ ഇട്ടല്ലല്ല ഈ ഹിക്മത്ത് ദഅവ എന്ന് പറയുന്നത്. ആ ഒരു കറക്റ്റ് അവരെ സാഹചര്യം നോക്കിയ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് അവരോട് പറയാന്ന് പറയുന്നത് നല്ല ഹിക്മത്തുള്ളവർക്ക് അത് പ്രയോഗിക്കാൻ പറ്റും. കുറേ അറിവുണ്ടാവും, പക്ഷെ അതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് പറയാൻ പറ്റണം. അതാണ് ഹിക്മത്ത്. അപ്പൊ ഇവിടെ അള്ളാഹ് പ്രവാചകന്റെ റസൂല് അവരെ പഠിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണ്. ഓരോ കാര്യം ഉള്ളുകള്ളി അറിയാനും അത് വെക്കേണ്ടടുത്ത് വെക്കാനും അവരെ യോഗ്യരാക്കുന്ന തരത്തിലുള്ള ഇൽമാണ് കൊടുത്തത്. അത് ശരിക്കും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അത് തന്നെയാണ് പ്രവാചകന്റെ സുന്നത്തുകൾ എന്ന്. അതായത് പ്രവാചകന്റെ സുന്നത്തുകളും ശരീഅത്ത് നിയമങ്ങളും പാലിക്കുന്നതിലൂടെ കുറെ ഹിക്മത്തിലൂടെയാണ് ആ കാര്യങ്ങൾ മുഴുവൻ ഉള്ളത്. അള്ളാന്റെ ഹിക്മത്ത്, അതായത് നമ്മളൊരു കാര്യം ആ രീതിയിൽ ചെയ്താൽ അത് ശരിയായി വരും എന്നുള്ള കാര്യത്തില്. മനസ്സിലായില്ലേ? പ്രവാചകന്റെ വചനങ്ങളൊക്കെ അതുപോലെയല്ലേ, നിങ്ങൾ അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറുക, മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ ആ പ്രവാചകന്റെ സുന്നത്ത് കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് സമാധാനമുള്ള ജീവിതവും നമ്മുടെ ജീവിതത്തിൽ ആരുടെയും പ്രയാസങ്ങളും മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയും എല്ലാം ആ ഹിക്മത്തിൽ ആ ഒരു രീതിയിൽ ആണ് എല്ലാ ശരീഅത്ത് നിയമങ്ങളും ഉണ്ടാവുക. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളുന്നതും ഈ ശരീഅത്തുകളും സുന്നത്തുകളും ഉൾക്കൊള്ളുന്നതും കൂടിയാണ് ഹിക്മത്ത്, തത്വജ്ഞാനം എന്നും കൂടിയാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് ഈ ഒരു കാലത്തിന് ശേഷം ഈ അറബികൾ, അത്രയും ജാഹിലിയായ അറബികൾക്ക് പ്രവാചകന്റെ ആഗമനത്തിന് ശേഷമാണ് വൈജ്ഞാനികമായ പുരോഗതിയുടെയും ഉറവിടം പ്രവാചകൻ. അതായത് ഈ അറബികളാണല്ലോ ഒരുപാട് ഇപ്പൊ ഗണിതത്തിന്റെ ഒക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അധികവും അറബികളായിരിക്കും. ഇപ്പൊ ഈ കെമിസ്ട്രി എന്നൊക്കെ നിങ്ങൾക്കറിയാം, അവിസന്ന എന്ന് പറയുന്ന ഇവര് പറയുന്നത് നമ്മൾ ഇബ്നു സീനയാണ്. അദ്ദേഹം ഒക്കെ ഒരുപാട് മെഡിക്കൽ ഫീൽഡിലൊക്കെ നല്ല ഇതുള്ള ഒരാളാണ്. അപ്പൊ അതൊക്കെ അറബികളുടെ ബാക്ക് എന്ന് പറയുന്നത് അവർക്ക് ഉണ്ടായ ഈ വിജ്ഞാനത്തിന്റെ പുരോഗതിയുടെ ഒക്കെ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന പ്രവാചകന്റെ ആഗമനത്തിനുണ്ടായ അറബികൾക്കുണ്ടായ ഒരു വിജ്ഞാനമാണ്. ഖുറാനിൽ നിന്നല്ല, ഖുറാനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് അവരുടെ ദൈവശാസ്ത്രവും കർമ്മശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും തത്വശാസ്ത്രവും സാഹിത്യവും കലകളും എല്ലാം ഉയർത്തെഴുന്നേറ്റ് വളർന്ന് വികസിച്ചതും ഈ വിജ്ഞാന ശാഖകളെല്ലാം ആവിഷ്കരിക്കാനും അവയിൽ പ്രാവീണ്യം നേടുവാനും അവരെ യോഗ്യമാക്കിയത് എന്താണോ അതാണ് പ്രവാചകൻ അവരെ പഠിപ്പിച്ച ഹിക്മത്ത് എന്നും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഹിക്മത്തിന്റെ 3 കാര്യം ഞാൻ പറഞ്ഞു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു രീതി, ഒരു കാര്യം പറയുമ്പോൾ ഉള്ളുകള്ളി അറിഞ്ഞ് അത് വ്യക്തമായ ദിശയിൽ എവിടെ വെക്കണം എന്നുള്ള ഹിക്മത്ത്. രണ്ടാമത് പ്രവാചകൻ പഠിപ്പിച്ച എല്ലാ സുന്നത്തുകൾ ഹിക്മത്തിൽ പെടും, ശരീഅത്ത് നിയമങ്ങൾ ഹിക്മത്തിൽ പെടും എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പണ്ഡിതന്മാര്. അതുപോലെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ വികസനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ബേസ് ആയിട്ടുള്ള അറിവുണ്ടല്ലോ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള അതും ഈ ഹിക്മത്ത് എന്ന തത്വജ്ഞാനം പഠിപ്പിച്ചതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതാണ്. ഇത്രയും പുരോഗതി, അത്രയും പ്രാവീണ്യം അവർക്ക് നേടിയെടുക്കാൻ പറ്റിയത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ആയത്തിൽ അവസാനം പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത പലതും പഠിപ്പിച്ചു എന്ന് പറയുന്നില്ലേ. ശരിക്കും ഇവർക്ക് ഇതൊന്നും അറിയാത്ത കാര്യമായിരുന്നു. ഒട്ടും അതിലൊന്നും ഒരു വിജ്ഞാനവും ഉണ്ടായിരുന്നില്ല.
ആ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഒരു സംസ്കാരവും ഇല്ലാത്തൊരു സമൂഹമായിരുന്നു. വേദം, തത്വം എന്നിവയിലൊന്നും യാതൊരു ഒരു അറിവില്ലാത്ത നിരക്ഷരരായ പ്രാകൃതരായ ഇപ്പോഴും കാട്ടറബികൾ എന്ന ബദൂവിയൻ അറബികളുണ്ട്. അവരുടെ കൾച്ചർ നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര ഭയങ്കര ഹാർഷാണ് അവര്. അപ്പൊ അത്തരത്തിലുള്ള കാട്ടറബികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അത്രക്കും സംസ്കാരം ഇല്ലാത്ത ഒരു സമൂഹമായിരുന്നു ഈ അറബികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന അറബികളാണ് സംഗതികളൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചവരെ ശരിയാക്കി എടുത്തത്. അതുകൊണ്ട് അവയൊക്കെ നിങ്ങൾ ഗൗരവ ബുദ്ധിയ പഠിക്കുകയും ജാഗ്രത അനുസരിക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു അവരെ ഉയർത്തുന്നത്, അല്ല അവരെ ഉണർത്തുന്നത്. അപ്പൊ ഈ അവസാനം പറയുന്നത് അള്ളാഹ് പറയുന്നത് ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യാൻ ഒരിക്കലും സത്യനിഷേധി ആയി പോകരുതാണ്. ഇപ്പൊ ഈ അള്ളാനെ ഓർക്കുക എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അള്ളാഹനെ ഓർക്കല് പലതരത്തിലുണ്ട്. ഒന്ന് ദിക്കറുകൾ, നമ്മൾക്ക് ആർക്കും സംശയമില്ല, തസ്ബീഹും തഹ്ലീലും ദിക്കറുകളും അള്ളാഹിനുള്ള നല്ല വചനങ്ങളും ജൽപ്പനങ്ങൾ അല്ലെ ജപിച്ചുകൊണ്ട് നമ്മൾ പല ദിക്കറുകളും ചെല്ലാറുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ ദൈവനാമം സ്മരിച്ചിങ്ങനെ ഇരിക്കുക എന്നുള്ളത് മാത്രമല്ല ദിക്കർ എന്ന് പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാള് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കുന്നു, എന്നിട്ട് ഒരു മൂലയിൽ പോയിട്ട് കുറേ ദിക്കറുകൾ ചെല്ലുന്നു, അള്ളാഹനെ ഓർക്കലാ പണി എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് പോയി ദിക്കറുകൾ ചെല്ലുന്നു. ശരിക്കും അതല്ല, ആ ഒരു ദിക്കർ കൊണ്ട് കാര്യമില്ല. അതായത് ഇവിടെ ഇയാളുടെ ജീവിതം മുഴുവൻ അള്ളാന്റെ നിയമങ്ങൾക്ക് അനുസൃതമാക്കി അള്ളാനെ ഓർത്ത് ചില കാര്യങ്ങളിൽ വിട്ടു നിൽക്കുകയും ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ദിക്ർ ചെല്ലൽ ഒരു ഭാഗത്ത് അള്ളാനെ ഓർക്കൽ തന്നെയാണ്. അതിന്റെ മറുപുറം നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും അള്ളാനെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുന്നില്ല. ചിലതൊക്കെ അധികവും നമ്മൾ പിന്നെ മനസ്സിനുള്ള അള്ളാഹ് അങ്ങ് പെട്ടെന്ന് ഓടി വരും അല്ലെ? ദിക്റുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നോണ്ട് നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് അകന്നു നിൽക്കും. അയ്യോ അത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ, പാടില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് അകന്ന് നിൽക്കുന്നത്. അപ്പം മനസ്സിലെന്താ വരുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ് വരുന്നത്, ദിക്റുള്ളയാണത്. അപ്പൊ നമ്മൾ അള്ളാഹിനെ ഓർത്തിട്ട് ജീവിതത്തിലുടനീളം ഓരോ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹിനെ ഭയപ്പെട്ട് അകന്നു നിൽക്കുന്നതും, അള്ളാഹിനെ പേടിച്ചിട്ട് ഓരോന്ന് നിസ്കരിക്കുക, അതുപോലെ തന്നെ നല്ല ആൾക്കാർ നന്നായി പെരുമാറുക, ഒക്കെ അള്ളാഹിനെ ഓർത്തിട്ട് ചെയ്യുന്നതൊക്കെ ദിക്റുള്ളയാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഗത്തിരുന്ന് ചെല്ലല എന്നും തെറ്റിദ്ധരിച്ചു പോകുന്നത് വിചാരിക്കുക. ജീവിതം മുഴുവൻ നമുക്ക് ദിക്റാക്കാൻ പറ്റും. അപ്പൊ അള്ളാഹ് പറയുന്നത് പിന്നെ ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്ക്, അപ്പൊ അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പൊ തീർച്ചയായും നമ്മൾ അള്ളാഹിനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹിനെ ഓർത്ത് ചെയ്യുകയും അതിൽ വിട്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹവും സഹായവും നമുക്ക് ഓരോ കാര്യത്തിലും ഉണ്ടായിരിക്കും. മനസ്സിലായി? അതാണ് പറയുന്നത്, അള്ളാഹ് നമ്മളെ ഓർക്കുകയും നമ്മളെ സഹായിക്കുകയും നമ്മളെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹുവിനെ അനുസരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദിക്ർ എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവന് വിധേയനായി അവന്റെ വിധികൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നാണ് ശരിക്കും അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ട് എല്ലാ കാര്യങ്ങളും ദിക്റാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദിക്ർ ചെയ്യുക പിന്നെ മുന്നത്തെ ആയത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ പേടിക്കരുതെന്ന്. ഈ വായടക്കാത്ത കുറെ ആളുകളുണ്ടല്ലോ, നാവടക്കാത്ത ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും നമ്മളെക്കെതിരെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകള് ഒരിക്കലും അവരെ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് പറഞ്ഞു. അള്ളാനെ ഭയപ്പെടുക. അപ്പൊ ഇവിടെ എന്നെ ദിക്ർ ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ഓർക്ക്, പിന്നെ ആ വിമർശകർക്ക് ഭയപ്പെടുകയോ അവർക്ക് വഴങ്ങുകയോ ചെയ്യാതെ എല്ലാ കാര്യങ്ങളും എന്നെ ഓർത്ത് എന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ടും അനുസരിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് താല്പര്യം. മനസ്സിലായില്ലേ? നിങ്ങൾ അവരെ പേടിക്കേണ്ട, എന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് വിരമിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, എന്നെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ താബി പണ്ഡിതനായ ഒരു സയ്യിദ് ഇബ്നു ജുബൈർ എന്ന ഈ വാക്കിന് അർത്ഥം പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ അനുസരണം കൊണ്ട് എന്നെ സ്മരിക്കുവാൻ, പാപമോചനം കൊണ്ട് പ്രതിഫലം കൊണ്ട് ഞാൻ നിങ്ങളെ സ്മരിക്കുകയാണ്. അതായത് അള്ളാഹിനെ അനുസരിച്ചു കൊണ്ട് നമ്മൾ അള്ളാഹിന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അള്ളാഹ് നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നു, പ്രതിഫലം തരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹ് നമ്മളെ ഓർക്കുകയാണ് ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ. മനസ്സിലായില്ല? അങ്ങനെയാണ് അദ്ദേഹം വിശദീകരണം കൊടുത്തത്. അദ്ദേഹം പറയാണ്, ദിക്ർ എന്നാൽ അള്ളാഹുവിനുള്ള അനുസരണമാകുന്നു. അള്ളാഹുവിനെ അനുസരിക്കാത്തവൻ ദിക്ർ ചെയ്യുന്നില്ല. അവൻ തസ്ബീഹും തഹ്ലീലും ഖുർആൻ പാരായണം എത്രയേറെ പെരുപ്പിച്ചാലും ശരി, അവൻ എന്താണ് അള്ളാഹിനെ അനുസരിക്കാത്തിടത്തോളം കാലം അവന്റെ ദിക്റുകൾ ശരിയാവുകയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതില് വേറെ ഇത് വഷ്കുറോലി വലാ തക്ഫുറൂൻ, ഒരിക്കല് പ്രവാചകൻ പറഞ്ഞത്, എന്റെ ദാസൻ വേറൊരു ഇതാണ് ഈ ദിക്റിന്റെ കാര്യത്തില്,
റസൂൽ സല്ലല്ലാഹു പറഞ്ഞു, അബൂ ഹുറൈറയിൽ നിവേദനം, അത്യുന്നതനായ അള്ളാഹു അരുൾ ചെയ്യുന്നു, ഞാൻ എന്റെ ദാസന്റെ വിചാരത്തിനൊത്താകുന്നു, ഞാൻ അവന്റെ കൂടെയുണ്ട്. അവൻ തന്റെ മനസ്സിൽ എന്നെ സ്മരിച്ചാൽ ഞാൻ എന്റെ മനസ്സിൽ അവനെയും സ്മരിക്കും. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. അവൻ ഒരു സംഘത്തിൽ വെച്ച് എന്റെ കാര്യം പ്രസ്താവിച്ചാൽ ഞാൻ അതിനേക്കാൾ വിശിഷ്ടമായ സംഘത്തിൽ വെച്ച് അവന്റെ കാര്യം പ്രസ്താവിക്കും. അവൻ ഒരു ചാൺ എന്നോടടുത്താൽ ഞാൻ ഒരു മുഴം അവനോടടുക്കും. ഇതാണ് അള്ളാഹു നമ്മളെ ഇത് പറഞ്ഞില്ലേ, ഫദ്കുറൂനി അദ്കുർക്കും, നിങ്ങൾ എന്നെ ഓർക്കും ഞാൻ നിങ്ങളെ ഓർക്കും. അപ്പൊ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അള്ള നമ്മളെ ഓർക്കുകയും നമുക്ക് വേണ്ട ചെയ്തു തരികയും അള്ള നമ്മളിലേക്ക് ഓടി വരികയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഒരു സദസ്സിൽ പറയുമ്പോൾ അതിനേക്കാൾ വിശിഷ്ടമായ മലക്കുകളുടെ സദസ്സിൽ അള്ള നമ്മളെ കുറിച്ച് പറയും. അങ്ങനെ എല്ലാത്തിനും നമുക്ക് മറുപടി ആയിട്ട് നമ്മളെ അള്ള ഓർക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. അല്ലെങ്കിലും അള്ളാഹു പിന്നെ ഒരു അടിമയെയും ഓർക്കാതെ ഇല്ല എന്നുള്ളതും കൂടി ഇതിലൊരു വിശദീകരണം പറയുന്നുണ്ട്. ദിക്ർ, സ്മരണ, അനുസരണം എന്ന് പറയുന്നത് മനസ്സിലില്ലാത്ത കാര്യത്തിൽ ശരിക്ക് ഓർമ്മ എന്ന് പറയുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോ എന്താണ്, നമ്മൾ ഒരാളെ ഓർമ്മിപ്പിക്കണേ എന്ന് പറയുന്നത് എന്തിനാ പറയാ, മറന്നു പോയൊരു കാര്യത്തെയാണല്ലേ നമ്മൾ പറയാ, എന്നൊന്ന് ഓർമ്മിപ്പിക്കണേ എന്ന് പറയും. അതായത് മനസ്സിൽ മറന്നു പോയൊരു വിഷയത്തെ ഓർമ്മിപ്പിക്കുന്നതിനാണ് നമ്മൾ ഓർമ്മ എന്ന വാക്ക് ഉപയോഗിപ്പിക്കുന്നത്. ഓർമ്മിക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അള്ളാന്റെ കാര്യത്തിൽ അള്ള മറക്കുന്നില്ല. അള്ള നമ്മളെ പോലെയല്ല. ഒരിക്കലും തന്നെ അള്ള സൃഷ്ടികളുടെ ആരെയും ഒരിക്കലും മറക്കുന്നില്ല. കാരണം സൃഷ്ടികൾ അവനെ മറന്നാലും ഇല്ലെങ്കിലും ശരി, സജ്ജനവും ദുർജനവും എല്ലാം എപ്പോഴും അവന്റെ കൺമുമ്പിൽ അവന്റെ ജ്ഞാനത്താൽ വലയം ചെയ്യപ്പെട്ടതാകുന്നു. അള്ളാഹു അവനെ സ്മരിക്കുന്നവർക്ക് വഴിപ്പെടുന്ന പ്രശ്നവുമില്ല. അവൻ ഏതവസ്ഥയിലും എല്ലാറ്റിന്റെയും ഉടമയും അധിപനും പരിപാലകനുമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്നെ സ്മരിക്കുകയും ഞാൻ നിങ്ങളെ സ്മരിക്കുമെന്ന് പറഞ്ഞതിന്റെ സന്ദർഭം താല്പര്യപ്പെടുന്ന അർത്ഥം അള്ളാഹു അവനെ അനുസരിക്കുന്നവരെ പാപമോചനം കൊണ്ടും പ്രതിഫലം കൊണ്ടും അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ്. അതായത് അള്ളാഹിനെ നമ്മൾ ഓർത്തില്ല അല്ലെങ്കിൽ ഓർത്തു എന്നത് കൊണ്ട് അള്ള സൃഷ്ടികളെ മറക്കാനൊന്നും പോകുന്നില്ല. അള്ള സജ്ജനങ്ങളെയും ദുർജനങ്ങളെയും ഒരുപോലെ ഓർത്തിട്ട് തന്നെയാണ് ഈ ലോകം മുഴുവൻ അവർക്കുള്ള എല്ലാ വിഭവങ്ങളും, ഓക്സിജൻ മുതൽ അവർക്ക് വേണ്ട വെള്ളം, ഭക്ഷണം, മഴ, അന്തരീക്ഷം, പാർപ്പിടം, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അള്ള സൃഷ്ടികളെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടും. ഓർത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്, ഒന്നും മറന്നിട്ടില്ല. പക്ഷെ അപ്പോ നമ്മുടെ മനസ്സിലുള്ള അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മക്കനുസരിച്ചല്ല അള്ള നമ്മളെ ഓർക്കുന്നത്. അത് തീർച്ചയായും നമുക്കുള്ള ഓരോരുത്തർക്കും ഓർക്കുന്നതിനനുസരിച്ചുള്ള പാപമോചനവും ഇതും ഒക്കെ കിട്ടുമെങ്കിലും പക്ഷെ അള്ള സ്ഥിരമായി അവന്റെ സൃഷ്ടികളെ ഓർത്തു ആലോചിച്ചും അതിന്റെ എല്ലാം ചെയ്തുകൊണ്ടും തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ എന്ന് വിചാരിച്ചിട്ട് ഈ അടിമ ഓർക്കുന്നത് കൊണ്ട് അള്ളാഹു ആ അടിമക്ക് മാത്രമായി പോവുകയില്ല. അള്ള എല്ലാത്തിന്റെ ഉടമസ്ഥനും സർവാധിപനും ഒക്കെ തന്നെയാണ്. പക്ഷെ ആ അടിമ ചെയ്യുന്നതിന്റെ ഒരു ഗുണം ആ അടിമക്ക് കിട്ടുമെന്നല്ലാതെ അള്ളാന്റെ സ്ഥാനത്ത് തന്നെയാണുള്ളത്. ആ സ്ഥാനം മറന്നുകൊണ്ടുള്ള ആ സ്ഥാനത്തിന്റെ അപ്പുറം താഴോട്ട് അള്ളാന്റെ സ്ഥാനം ഒരിക്കലും താഴോട്ട് പോകുന്നില്ല. ആ ഉന്നത സ്ഥാനത്ത് എല്ലാ സൃഷ്ടികളെയും വിശാലമായ ജനറസ് ആയിക്കൊണ്ട് തന്നെ മനസ്സ് ആ ഒരു കാരുണ്യം ജനങ്ങളെയും പൊതിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ സൃഷ്ടികളെയും ഓർക്കുന്നത്. അല്ലാതെ ഒരു സൃഷ്ടി ഓർത്തത് കൊണ്ട് അവന് മാത്രം കൊടുക്കുക, മറ്റവൻ നന്നായി ഓർത്തത് കൊണ്ട് അവൻക്ക് മാത്രം കുറച്ച് കൂടുതൽ, അങ്ങനെയുള്ളൊരു രീതി അല്ല അള്ളാന്റെ രീതി എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും ആയത്തുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിച്ചു. അള്ളാഹു ഇത്തരത്തിൽ നല്ല സത്യവിശ്വാസികൾ, അള്ളാഹിനെ ഓർക്കുന്ന, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന, സദാസമയം അള്ളാഹ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹിനെ അനുസരിച്ച് അള്ളാഹിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശുക്റുള്ള അടിമകളില് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആമീൻ.